നമസ്കാരം ഡോക്ടർ. നമ്മൾ ഒത്തിരി നോക്കിയ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവർക്ക് പ്രായമായാൽ അല്ലെങ്കിൽ രോഗികളായാൽ അവർക്ക് ഏറ്റവും ബെറ്റർ കെയർ എവിടെ നിന്നായിരിക്കും ലഭിക്കുന്നത്? വീടുകളിൽ നിന്നായിരിക്കുമോ കെയർ ഹോമുകളിൽ നിന്നായിരിക്കുമോ? നല്ലൊരു ക്വസ്റ്റ്യനാണിത്. പക്ഷേ ഇതിനൊരു ഒറ്റ വാക്കി നമുക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. അതായത് ഓരോരുത്തരുടെയും അവസ്ഥയും സാഹചര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ കെയർ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കുന്നത്. തീർച്ചയായും അവരുടെ വീട്ടിലാണെങ്കിൽ അവർ ഇതുവരെ പരിചരിച്ചിട്ടുള്ള സ്ഥലമാണ്, പരിചരിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ കൂടുതലും അവരുടെ സാന്നിധ്യം ഇവർക്ക് വളരെ നല്ലതായിരിക്കും. എന്നാൽ ചില സാഹചര്യത്തിൽ മക്കളൊക്കെ വിദേശത്തുള്ളവരോ അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ ഹെൽപ്പ് കൊണ്ട് ചെയ്യുന്നവരോ ആണെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ഹെൽപ്പറായിരിക്കാം, അല്ലെങ്കിൽ ഹോം നേഴ്സുമാരൊക്കെ ഉണ്ടാവും. എന്നാൽ അവർ രോഗികളായാൽ അവർക്ക് കൃത്യമായ കെയർ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അവരുടെ രോഗം വഷളാവാനും ബെഡ് സോർ ഫോം ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരാളെ നോക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും. കൂടാതെ ഈ കെയർ കൊടുക്കുന്ന ആളുടെ മെഡിക്കൽ അറിവില്ലായ്മയും അല്ലെങ്കിൽ ഹോം നേഴ്സുമാരാണ് അവരുടെ പെട്ടെന്നുള്ള ചേഞ്ചസും അവർ മാസത്തിൽ ഇങ്ങനെ മാറി മാറി വരുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കെയറിനെ വല്ലാതെ അത് ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കെയർ ഹോമിലാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി കെയർ ഗീവേഴ്സും ഉണ്ടാവുക കൂടെ. പക്ഷേ ഈ കെയർ ഗീവേഴ്സ് എല്ലാം ട്രെയിൻഡ് ആയിരിക്കും. സ്റ്റാഫുകൾക്ക് നമ്മൾ ഷിഫ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് 4-5 സ്റ്റാഫുകൾ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു പേഷ്യൻസിനെ കെയർ കിട്ടുന്ന രീതിയിലായിരിക്കും അവർ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള പേഷ്യൻസിന്, നമുക്ക് കെയർ ഹോമിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ഒരു നല്ല കെയർ ഉറപ്പിക്കാൻ പറ്റും. ഇതിനൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇങ്ങനെ നമ്മൾ കെയർ ഹോമിൽ കൊണ്ടുവന്നാണ് നമ്മൾ ഒരു കെയർ കൊടുക്കുന്നെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു എമർജൻസി സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ നീഡ്സോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി എല്ലാം നമുക്കിവിടെ തന്നെ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് മാത്രമല്ല, തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഹെൽത്ത് സെൻ്ററുകളുടെയും ഒക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടും അവരുടെ പരിശോധന ഉള്ളതുകൊണ്ടും ഒക്കെ തന്നെ ഓരോ രോഗിക്കും അവർക്ക് ആവശ്യമുള്ളതും കൃത്യമായിട്ടുള്ള കെയറും കിട്ടാറുണ്ട്. ഈ കെയർ ഹോമിൻ്റെ ഒരു സവിശേഷത എന്തെന്ന് വെച്ചാൽ, രോഗിനെ വീടുകളിൽ പരിചരിക്കുന്നതിലും ചിലവ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും കെയർ ഹോമുകളിൽ നോക്കുമ്പോൾ. ഓർക്കുക, കെയർ ഹോമിൽ ആക്കുന്നത് കൂടെ നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ രോഗിക്കും ഒക്കെ വരാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, കൊണ്ടാക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് അവരിലും ഉണ്ടാവുക. നമ്മളൊരാളെ കെയർ ഹോമിലാക്കുക എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു കെയർ കൊടുക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഒരു തീരുമാനമായിരിക്കും. ഓർക്കുക, കെയർ ഹോമിലാക്കുന്നത് ഉപേക്ഷിക്കലല്ല, മറിച്ച് ശരിയായ ഒരു കെയർ കൊടുക്കാനുള്ള നല്ലൊരു തീരുമാനമാണ്. ജീവിത സായാഹ്നത്തിന് നല്ലൊരു കെയർ തന്നെയാണ് ഏറ്റവും പ്രധാനം.